നമസ്കാരം. 11 വർഷങ്ങൾക്ക് മുമ്പ് 2014 മാർച്ച് മാസം 8-ാം തീയതി മലേഷ്യൻ തലസ്ഥാനമായ കൊലാലംപൂരിൽ നിന്നും ഒരു വിമാനം പറന്നുയരുകയാണ്. മലേഷ്യൻ എയർലൈൻസിൻ്റെ MH370 എന്ന നമ്പറുള്ള വിമാനം. ആ വിമാനം സൗത്ത് ചൈനീസ് കടൽ കടന്ന് നേരെ ചൈനീസ് തലസ്ഥാനമായ ബീജിങ്ങിലേക്കാണ് യാത്ര ചെയ്യുന്നത്. 227 യാത്രക്കാരും 12 ജീവനക്കാരും ഉണ്ടായിരുന്നു ആ വിമാനത്തിൽ. വിമാനം പറന്നുയർന്ന് 38 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൗത്ത് ചൈന കടലിൻ്റെ മുകളിൽ വെച്ച് റഡാറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. സ്വാഭാവികമായും വിമാന സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രണ്ടാമത്തെ റഡാറിലൂടെ പരിശോധന നടത്തുമ്പോൾ കുറച്ചു നേരം ആ വിമാനത്തെ കാണാം. പിന്നീട് വീണ്ടും റഡാറിൻ്റെ പുറത്താകുന്നു. മലേഷ്യൻ മിലിറ്ററിയുടെ റഡാറിൽ ഈ വിമാനം കുറച്ചു നേരം കൂടി പതിഞ്ഞു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ബീജിങ്ങിലേക്കുള്ള റൂട്ടിൽ നിന്നും നേരെ ഇടതേക്ക് വട്ടം തിരിഞ്ഞ് അൻഡമാൻ കടൽ ലക്ഷ്യമാക്കി വിമാനം പറക്കുകയാണ്. കുറേ നേരത്തിന് ശേഷം മലേഷ്യൻ മിലിറ്ററി റഡാറിൽ നിന്നും ആ വിമാനം മറഞ്ഞു. സംഭവം നടന്ന് 11 വർഷം കഴിഞ്ഞിട്ടും ആ വിമാനം എവിടേക്ക് പോയി എന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും എന്തു സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. വിമാനയാത്രകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതയായി തുടരുകയാണ് 11 വർഷത്തിലധികമായി MH370 തിരോധാനം. ഏതാണ്ട് 3 വർഷം തുടർച്ചയായി 1.25 ലക്ഷം കിലോമീറ്റർ സൗത്ത് ചൈനീസ് കടലിലും അൻഡമാൻ കടലിലുമൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു സൂചനയുമില്ല. പിന്നീട് കണ്ടെത്തിയ ചില അവശിഷ്ടങ്ങളൊക്കെ ഈ വിമാനത്തിൻ്റെതാണ് എന്ന് പറയപ്പെടുന്നെങ്കിലും ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ വിമാനാപകടത്തിൻ്റെ കാരണമായി വിദഗ്ധന്മാർ എത്തിയിരിക്കുന്ന നിഗമനം പൈലറ്റിൻ്റെ ആത്മഹത്യയാണ്. വിമാനം ഓടിച്ചിരുന്ന പൈലറ്റ് ഡിപ്രഷന് മരുന്ന് കഴിച്ചിരുന്ന ആളാണെന്നും അയാൾ വിചിത്രമായ മാനസികാവസ്ഥ ഉണ്ടായിരുന്ന ആളാണെന്നും അങ്ങനെ അയാൾ വ്യത്യസ്തമായ രീതിയിൽ ആത്മഹത്യ ചെയ്തു എന്നുമുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള ഒന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇന്നും അതൊരു കടങ്കഥയായി തുടരുന്നു. ഈ വിമാനാപകടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കാരണം കണ്ടെത്താൻ കഴിയാത്ത എല്ലാ വിമാനാപകടങ്ങളും പൈലറ്റിൻ്റെ പുറത്താണ് അവസാനിപ്പിക്കുന്നത്. മരിച്ചുപോയ പൈലറ്റിനെ കുറ്റപ്പെടുത്തുന്നതാണ് അയാൾ ഒരിക്കലും തിരിച്ചു വരാത്തതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള കാരണം. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറന്നുയർന്ന ജീവനക്കാരടക്കം വിമാനത്തിലുണ്ടായിരുന്ന 241 പേരുടെയും പരിസരവാസികളായ 19 പേരുടെയും ജീവനെടുത്ത എയർ ഇന്ത്യ വിമാനാപകടത്തിൻ്റെ കാരണവും വിദഗ്ധ സംഘം പൈലറ്റിൻ്റെ ആത്മഹത്യയിൽ കൊണ്ടെത്തിക്കുന്നത് ഇതേ കാരണത്താലാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ വിമാന ആവശ്യങ്ങളും നിറവേറ്റാൻ 2 കമ്പനികൾ മാത്രമാണുള്ളത്. അമേരിക്കയുടെ ബോയിങ്ങും യൂറോപ്പിൻ്റെ സംയുക്ത സംരംഭമായ എയർബസും. ഈ 2 കമ്പനികൾക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറുകൾ പോലും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അത്ര വേഗതയിൽ ഒരു വിമാന കമ്പനി ഉണ്ടാക്കാൻ ചൈനയ്ക്ക് പോലും സാധ്യമല്ല. അത്രയേറെ സാങ്കേതിക പരിജ്ഞാനവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളും അനേകം അനുമതികളും സുരക്ഷാ പരിശോധനകളും വലിയ മുതൽ മുടക്കും ആവശ്യമുള്ളതുകൊണ്ട് ഒരു വിമാന നിർമ്മാണ കമ്പനി അത്ര എളുപ്പത്തിൽ ആർക്കും ആരംഭിക്കാൻ സാധ്യമല്ല. ഈ 2 കമ്പനികൾ മാത്രം വിപണിയിലുണ്ടായിട്ടും ഈ കമ്പനികൾക്ക് ആവശ്യത്തിന് ഓർഡറുകൾ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നിട്ടും ബോയിങ് വലിയ നഷ്ടത്തിലാണ്. കഴിഞ്ഞ വർഷം മാത്രം 1 ലക്ഷം കോടി രൂപയായിരുന്നു ഇവരുടെ നഷ്ടം. ബോയിങ്ങിൻ്റെ ബാധ്യത 5 ലക്ഷം കോടിയിൽ ഏറെയാണ്. അങ്ങനെയുള്ള കമ്പനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല ഡ്രീം ലൈനർ 787 എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡിൻ്റെ തകരാറുകൾ. ഈ ബ്രാൻഡിനെതിരെ പണ്ടേ പരാതികളുണ്ട്, സുരക്ഷാ വീഴ്ചകളുണ്ട്. അതിൽ പലതും മറച്ചു വെച്ചാണ് ബോയിങ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിനെതിരെ പ്രതികരിച്ചവരെയൊക്കെ അവർ ഒറ്റപ്പെടുത്തി കുറ്റക്കാരാക്കി. ചൈനയെപ്പോലുള്ള വലിയ രാജ്യങ്ങൾ ബോയിങ്ങിൻ്റെ 787 വിമാന ഓർഡർ റദ്ദാക്കി. ആ പശ്ചാത്തലത്തിൽ ഈ അപകട കാരണം വിമാന കമ്പനിയുടെ വീഴ്ചയാണ് എന്ന് പറഞ്ഞാൽ ബോയിങ്ങിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. 787 വിമാനങ്ങളൊക്കെ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായാൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഉള്ള ഓർഡറുകളൊക്കെ റദ്ദാക്കപ്പെടും. ആരും ബോയിങ്ങിൽ നിന്നും വിമാനം വാങ്ങാത്ത സാഹചര്യമുണ്ടാവും. അത്തരമൊരു നഷ്ടം താങ്ങാൻ അമേരിക്കയ്ക്ക് ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിഗമനത്തിലെത്തി
അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആരോപണം. പൈലറ്റിൻ്റെ ആത്മഹത്യാ തിയറിയിൽ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച വാൾസ്ട്രീറ്റ് ജേർണലിനും റോയിട്ടേഴ്സിനുമെതിരെ ഇന്ത്യൻ പൈലറ്റ് ഫെഡറേഷൻ നിയമ നടപടികൾ ആരംഭിച്ചത് അവർക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതിനിടയിൽ ഇന്ത്യൻ എക്സ്പ്രസ് സുപ്രധാനമായ ഒരു പുതിയ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. വിമാനാപകടത്തിൻ്റെ കാരണം വിശദമായി അന്വേഷിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ എക്സ്പ്രസ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എത്തിയ നിഗമനം, ആ നിഗമനം അമേരിക്കൻ ഏവിയേഷൻ അതോറിറ്റികളും അംഗീകരിച്ചതാണ്. വിമാനാപകടത്തിൻ്റെ കാരണമായി മാറിയത് ഇപ്പോഴും ദുരൂഹമായിരിക്കുന്ന ഫ്യൂവൽ എഞ്ചിൻ സ്വിച്ചുകൾ ഓഫായതാണ്. 2 സ്വിച്ചുകളും 1 സെക്കൻഡ് വ്യത്യാസത്തിൽ ഓഫായി. റൺ എന്ന പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് എന്ന പൊസിഷനിലേക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം മാറിയതുകൊണ്ട് എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ നിന്നുപോയി. അതുകൊണ്ട് വിമാനത്തിൻ്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു. പറന്നുയരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മെയ്ഡേ കോളോടുകൂടി വിമാനം 625 അടി ഉയരത്തിൽ നിന്നും താഴെ വീണു. ഇതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന ആർക്കും തർക്കിക്കാൻ കഴിയാത്ത കാരണം. പക്ഷെ കണ്ടെത്തേണ്ടത് ഈ എൻജിൻ എങ്ങനെ ഓഫായി എന്നതാണ്. ഇത് നിർമ്മാണ തകരാറാണ്. എൻജിൻ ഓട്ടോമാറ്റിക്കലി ഓഫായതാണ്. അതിന് വ്യക്തികളുടെ ഇടപെടൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നു പ്രധാന പൈലറ്റായ ക്യാപ്റ്റൻ സുമിത്ത് ആത്മഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം ഓഫാക്കിയെന്ന്. അതിൻ്റെ കാരണമായി ഈ മാധ്യമങ്ങൾ പറയുന്നത് സഹ പൈലറ്റ് എന്തിനാണ് ഇത് ഓഫ് ചെയ്തത് എന്ന് ചോദിച്ചു എന്നതാണ്. ഈ ഒരൊറ്റ പോയിന്റ് ചൂണ്ടിക്കാട്ടി വലിയ വാർത്താ പ്രചരണം കൊടുത്ത് ബോയിങ്ങിനെ രക്ഷിക്കുക എന്ന നീക്കമാണ് നടക്കുന്നതെന്നും ആ ഊഹാപോഹത്തിന് ഒരടിത്തറ ഇല്ല എന്നുമാണ് പൈലറ്റുമാർ മാത്രമല്ല ഇന്ത്യൻ അധികാരികളും പറയുന്നത്. ഇത് പൈലറ്റിൻ്റെ വീഴ്ച കൊണ്ടാണെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല എന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും വ്യക്തമാക്കിയിട്ടുണ്ട്. റോയിട്ടേഴ്സും വാൾസ്ട്രീറ്റ് ജേർണലുമൊക്കെ ഈ വാർത്ത എടുത്ത് വീശാൻ തുടങ്ങിയതോടെ അമേരിക്കൻ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഈ തിയറി നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതിനിടയിലാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ അന്വേഷണത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് എഞ്ചിൻ സ്വിച്ച് ഓഫ് ആകാൻ കാരണം വിമാനം പറന്നുയരുന്ന സമയത്തുണ്ടായ അഗ്നിബാധയാണെന്നാണ്. സ്വാഭാവികമായും ചോദ്യമുണ്ടാവും, എന്നിട്ട് എന്തുകൊണ്ട് ഈ അഗ്നിബാധ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ്. വിമാനങ്ങൾ പറന്നുയരുമ്പോൾ അഗ്നിബാധയുണ്ടായാൽ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരാറുണ്ട്. ഇന്നലെയും അമേരിക്കയിലെ ഡെൽറ്റ എയർബേസിന്റെ വിമാനത്തിന് എഞ്ചിന് തീപിടിച്ചതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ തീപിടിച്ചാലും അപകടം ഒഴിവാക്കിക്കൊണ്ട് വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇന്നലെ ഡെൽറ്റ അങ്ങനെയാണ് ലാൻഡ് ചെയ്യിപ്പിച്ച് രക്ഷിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്തിനേറെ തിരുവനന്തപുരത്തു നിന്ന് ദുബായിക്ക് പോയ വിമാനത്തിന് തീപിടിച്ച് അതിറങ്ങി എല്ലാവരെയും രക്ഷിച്ചത് നമ്മൾ കണ്ടതാണ്. മരണത്തിന് കീഴടങ്ങിയത് ഫയർ ഓഫീസറായിരുന്നു. അപ്പോൾ പിന്നെ ഈ വിമാനം 625 അടി വരെ ഉയർന്ന് നമ്മുടെ കൺമുമ്പിൽ നിന്ന് തകർന്നു വീണിട്ടും എന്തുകൊണ്ട് അഗ്നിബാധ കണ്ടില്ല എന്ന് ചോദിച്ച് ചിലരെങ്കിലും ഈ തിയറി തള്ളിക്കളയുന്നുണ്ട്. എന്നാൽ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ വിമാനത്തിൻ്റെ വാലറ്റം വിശദമായി പരിശോധിച്ചുകൊണ്ട് പറയുന്നു വളരെ വിചിത്രമായ ചില പ്രതിഭാസങ്ങൾ അവിടെ കാണാമെന്ന്. വിമാനം പൂർണ്ണമായും തകർന്ന് അതിൻ്റെ ഇന്ധനത്താൽ കത്തിക്കരിഞ്ഞ് തീഗോളമായി മാറിയപ്പോഴും വിമാനത്തിൻ്റെ വാലറ്റം മെഡിക്കൽ ഹോസ്റ്റലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നതും ഈ വാലറ്റം തന്നെയാണ്. ഈ വാലറ്റത്തിൽ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സുകൾ 2 ഇടത്താണ് വയ്ക്കുന്നത്. ഒന്ന് കോക്പിറ്റിലാണെങ്കിൽ മറ്റൊന്ന് വാലറ്റത്താണ്. കോക്പിറ്റിലെ ബ്ലാക്ക് ബോക്സിൻ്റെ വിവരങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും വാലറ്റത്തെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ ലഭ്യമാണ്. വാലറ്റം വിശദമായി പരിശോധിക്കുമ്പോൾ അവിടെ ചില കമ്പോണൻസിന് മാത്രം നിയന്ത്രിതമായ അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ നിയന്ത്രിതമായ അഗ്നിബാധ പടർന്നു പിടിക്കുകയോ പുറത്തേക്ക് വ്യാപിക്കുകയോ ചെയ്തില്ല. അകത്തെ തെർമൽ കോട്ടിംഗ് അടക്കമുള്ള ഇടങ്ങളിൽ ഈ ബാധയുണ്ടായി. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വിമാനം റൺവേയിലൂടെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണെന്നും അത് പുറത്തേക്ക് വരാത്തത് കൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും വിമാനം പറന്നുയർന്ന ഉടനെ ഈ അഗ്നിബാധയിൽ
വിമാനത്തിൻ്റെ സെൻസറിനെ തകരാറിലാക്കിയെന്നും അങ്ങനെ സെൻസറിൽ തകരാറായതോടുകൂടി തെറ്റായ കമ്മ്യൂണിക്കേഷൻ ഫ്യൂവൽ സ്വിച്ചിലേക്ക് പോയെന്നും പറന്നുയർന്നുന്ന വിമാനത്തിന് കിട്ടിയിരിക്കുന്ന സന്ദേശം എൻജിൻ ഓഫാക്കാനാണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓഫായി എന്നുമാണ് കണ്ടെത്തുന്നത്. അതായത് ഇലക്ട്രിക് സിസ്റ്റത്തിന് തകരാറുണ്ടാകുന്നു ഈ അഗ്നിബാധയെ തുടർന്ന്. ഈ ഇലക്ട്രിക് സിസ്റ്റത്തിന് തകരാറുണ്ടായപ്പോൾ സ്വാഭാവികമായും വിമാനത്തിൻ്റെ സ്വിച്ച് ഓഫാകുന്നു. ഇതാണ് അപകട കാരണം എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതും കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ടെന്നുമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് മറ്റൊരു കാരണം കൂടി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്. അഹമ്മദാബാദിൽ നിന്നും ഗാറ്റ്വിക്കിലേക്ക് പറക്കുന്നതിന് മുൻപ് ഇതേ വിമാനം ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ അഹമ്മദാബാദിൽ ലാൻഡ് ചെയ്ത വിമാനത്തിന് പൈലറ്റ് ഡെഫിസിറ്റ് റിപ്പോർട്ട് കൊടുക്കണം. വിമാനത്തെക്കുറിച്ചുള്ള പരിശോധനകൾ പൂർത്തിയാക്കി ഒരു റിപ്പോർട്ട് കൊടുക്കണം. ആ പൈലറ്റ് ഡെഫിസിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരുന്നത് സ്റ്റാബ് പോസ് XDCR എന്നാണ്. STAB POS XPCR എന്നാണ്. സ്റ്റെബിലൈസർ പൊസിഷൻ ട്രാൻസ്ഡൻസർ എന്ന് വെച്ചാൽ ഇലക്ട്രിക് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെന്നർത്ഥം. വളരെ കൃത്യമായി അത് എഴുതി വെച്ചിരുന്നു. അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പൈലറ്റ് ഡെഫിസിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയർമാർ മെയിൻ്റനൻസ് നടത്തിയിരുന്നു. അപ്പോൾ ഈ വിമാനത്തിന്റെ വാലറ്റത്തെ ഇലക്ട്രിക് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ആ കുഴപ്പം എഞ്ചിനീയർമാർ ശരിയാക്കി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. അതിനുശേഷം പറന്നുയർന്നെങ്കിലും ഈ വാലറ്റവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ചില ഇലക്ട്രിക് പിഴവുകൾ ഉണ്ടായെന്നും അവിടെ അഗ്നിബാധയുണ്ടായെന്നും ആ അഗ്നിബാധയെ തുടർന്ന് തെറ്റായ സന്ദേശം സെൻസർ കൊടുത്തെന്നും അങ്ങനെ എൻജിൻ ഓഫായെന്നും വിമാനം തകർന്നു എന്നുമാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വളരെ നിർണായകമായ വഴിത്തിരിവാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ബോധപൂർവം ചിലർ മറച്ചു വെച്ച ഈ വിവരം പുറത്തേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ ഇത് ബോയിങ്ങിൻ്റെ കഥ കഴിക്കും. ബോയിങ്ങിൻ്റെ 787 വിമാനത്തിൻ്റെ ചില കമ്പോണൻറ്റുകൾ, ചില ഘടകങ്ങൾ എളുപ്പത്തിൽ തീപിടിക്കുന്നതാണെന്നും ഡിമാൻഡിനെ മറികടക്കുന്നതിന് വേണ്ടി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ബോയിങ്ങിൽ നിന്നും രാജിവെച്ച ചില വിദഗ്ധരും എഞ്ചിനീയർമാരുമുണ്ട്. അവരൊക്കെ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് ആ തെറ്റായ കമ്പോണൻറ്റുകൾ അഗ്നിബാധയ്ക്ക് കാരണമായെന്നും അങ്ങനെയാണ് വിമാനാപകടമുണ്ടായത് എന്നുമുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ പിന്നെ ബോയിങ് ബാക്കിയുണ്ടാവില്ല. ഇപ്പോൾ തന്നെ കടം കയറി മുടിഞ്ഞിരിക്കുന്ന ബോയിങ്ങിനെ അടച്ചുപൂട്ടുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാതെ വരും.